സോഷ്യൽ മീഡിയയിൽ വലിയ പ്രതിഷേധമാണ്. പിറകിൽ പ്രവർത്തിക്കുന്നത് ചെറിയ ടീമല്ല, ജെൻസിയാണ്. ജെൻസിയുടെ വോട്ട് കൊണ്ടാണ് കേരളത്തിൽ UDF സർക്കാർ അധികാരത്തിൽ വന്നത്. എല്ലാ വോട്ടും UDFന് കിട്ടി എന്നൊന്നുമല്ല, ഭൂരിപക്ഷം വോട്ടുകളും കിട്ടിയിട്ടുണ്ടാകണം. അതിനൊരു കാരണവുമുണ്ട്. മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ ജെൻസിയോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. വാഹനങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരം മാറ്റം വരുത്തിക്കോളൂ. ഞാൻ അധികാരത്തിൽ വന്നാൽ, UDF അധികാരത്തിൽ വന്നാൽ അതിന് പൂർണ്ണ പിന്തുണ നൽകും, എല്ലാം അംഗീകരിക്കും എന്ന്. അതനുസരിച്ച് UDF ജയിച്ചു വന്ന ഉടനെ തന്നെ ജെൻസി വാഹനങ്ങൾ മോഡിഫൈ ചെയ്യാൻ തുടങ്ങി, മാറ്റങ്ങൾ വരുത്താൻ തുടങ്ങി. അപ്പോഴാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാർ തെരുവിലിറങ്ങി 2000-3000 രൂപ വരെ പിഴ അടിച്ചു കൊടുത്തത് ജെൻസിക്ക്. അന്ന് തന്നെ പ്രതിഷേധം ഉയർന്നിരുന്നു. പിന്നീട് മുഖ്യമന്ത്രിയോട് ജെൻസി പയ്യൻ ചോദ്യം ചോദിക്കുന്നു. അതിന് മുഖ്യമന്ത്രി നൽകിയ മറുപടി, അങ്ങനെ VD സതീശൻ പൂക്കി സതീശനായി മാറിയത് ഒക്കെ കണ്ടതാണ് മലയാള മനോരമ. അത് സംബന്ധിച്ച് പദപ്രശ്നം തന്നെ നടത്തി. ഫോട്ടോ ഉപയോഗിച്ച് ഈ ഭാവത്തിന് എന്താണ് പറയേണ്ടത്, ഉത്തരമയക്കുന്നവർക്ക് സമ്മാനം എന്നൊക്കെ പറഞ്ഞ് കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളെല്ലാം അതിന് പിറകെ കൂടുകയും ചെയ്തു. ജെൻസി വലിയ ആഘോഷത്തിലാവുകയും ചെയ്തു. ഇതാ വരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ പുതിയ തീരുമാനം, വാഹനങ്ങൾ ഇഷ്ടം പോലെ മാറ്റം വരുത്താം എന്ന്. പക്ഷേ VD സതീശൻ, കേരളത്തിലെ മുഖ്യമന്ത്രി, ജെൻസിയോട് വലിയ ചതിയാണ് ചെയ്തത്, ചെറിയ ചതിയല്ല. മാറ്റം വരുത്താൻ കഴിയുമോ? കഴിയില്ല എന്ന് അന്ന് തന്നെ പലരും പറഞ്ഞതാണ്. കാരണം കേന്ദ്ര നിയമമാണ്, അതനുസരിച്ച് മാത്രമേ കേരളത്തിൽ പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. നിയമത്തിൽ മാറ്റം വരുത്താൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് വാഹനങ്ങൾ ഇഷ്ടം പോലെ മോഡിഫൈ ചെയ്തോ, മാറ്റങ്ങൾ വരുത്തിക്കോ എന്ന് പറഞ്ഞത് എന്ന ചോദ്യം അന്ന് തന്നെ ഉയർന്നു വന്നതാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു അങ്ങനെയല്ല, VD സതീശൻ പഠിച്ചിട്ട് പറയുന്ന ആളാണ്, കാര്യങ്ങൾ പഠിച്ചിട്ട് മാത്രമേ പറയൂ. അതുകൊണ്ട് അദ്ദേഹത്തിനറിയാം നിങ്ങൾ VD സതീശനെ കുറിച്ച് എന്ത് വിചാരിച്ചു. അദ്ദേഹം എല്ലാം കലക്കി കൂട്ടിച്ച് വസ്തുത അനുസരിച്ച് വസ്തുത മാത്രം പറയുന്ന വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരാൾ പറഞ്ഞാൽ എന്തിന് അവിശ്വസിക്കണം എന്നായിരുന്നു അന്ന് VD സതീശന് എതിരെ പറഞ്ഞവർക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയ മറുപടി. എന്നാൽ ഇപ്പോൾ തീരുമാനം വന്നിട്ടുണ്ട്, ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. മന്ത്രിസഭാ യോഗം തീരുമാനിക്കാനിരിക്കുന്നതേയുള്ളൂ. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനകം ഒരു റിപ്പോർട്ട് സർക്കാരിന് കൊടുത്തു. എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം, എന്തൊക്കെയാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, എല്ലാവരുടെ മനസ്സിലും ഉണ്ടാകും. എങ്കിലും ഒന്ന് വേഗം വായിച്ചു പോകാം. സീറ്റ് കവറിൽ ഇപ്പോൾ തന്നെ മാറ്റം വരുത്താം. ആരും ചോദിക്കുന്നില്ല. ആര് വണ്ടി വാങ്ങിയാലും ഇഷ്ടമുള്ള സീറ്റ് കവർ ഇടാം. MVIയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരോ ഇടപെട്ട് അതിൽ മാറ്റം വരുത്താൻ പറയാറില്ല. അത് ഇപ്പോൾ തന്നെ ചെയ്യാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഫ്ലോർ മാറ്റ്, 7D വരെയുള്ള ഫ്ലോർ മാറ്റ് ഉപയോഗിക്കാം. ആരും ഒന്നും പറയാറില്ല. സ്റ്റിയറിംഗ് വീൽ കവർ ആർക്കും ഏത് രൂപത്തിലും ചെയ്യാവുന്നതാണ് ഇപ്പോൾ തന്നെ. ക്രോം ഗാർണിഷ്, ഡോർ വൈസറുകൾ, മഡ് ഫ്ലാപ്പുകൾ, ബോഡി സ്റ്റിക്കറുകൾ, ഇന്റീരിയർ ആംബിയന്റ് ലൈറ്റിംഗ്, ഡാഷ് ക്യാമറ, റിവേഴ്സ് ക്യാമറ, പാർക്കിംഗ് സെൻസർ, GPS ട്രാക്കർ, ആൻഡ്രോയിഡ് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, അഡീഷണൽ സ്പീക്കറുകൾ, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, ടോ ഹൂക്കുകൾ, റൂഫ് കാരിയറുകൾ, 50% സുതാര്യമായ സൺ ഫിലിം. ഇതെല്ലാം ഇപ്പോൾ പുതുതായി ഒരു വാഹനം വാങ്ങുന്നവർക്ക് ചെയ്യാവുന്നതാണ്. അതിൽ യാതൊരു തടസ്സവും നിലവിലില്ല. പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ പുതിയതാണ് എന്ന് പറഞ്ഞു വരുന്നത്? മാധ്യമങ്ങളിൽ വാർത്ത വരുന്നു, ഇതാ VD സതീശൻ വാക്കുപാലിക്കാൻ പോകുന്നു, ഇതാ മാറ്റങ്ങൾ വരുത്താം വാഹനത്തിൽ, പ്രഖ്യാപനം ഉടൻ. ഏതൊക്കെയാ പ്രഖ്യാപിക്കുക? നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് വീണ്ടും പ്രഖ്യാപിച്ച് അത് VD സതീശന്റെ ക്രെഡിറ്റാക്കി മാറ്റാനുള്ള ശ്രമം ഒരു ഭാഗത്ത് മാധ്യമങ്ങളിലൂടെ നടത്തുന്നു, VD സതീശനും അത് നടത്തുന്നു. ഇതൊക്കെ ആരോടാണ് പറയുന്നത് എന്ന് നോക്കണം. ജെൻസിയോടാണ്. ഇതൊക്കെ കലക്കി കുടിച്ച് പഠിച്ച് വെച്ച ജെൻസിയോടാണ് ഈ കള്ളക്കളിയുമായി വന്നിരിക്കുന്നത് VD സതീശൻ. വിടുമോ ജെൻസി പിള്ളർ? അവർ ഒന്നിച്ച് രംഗത്തിറങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്ത്യയിലെമ്പാടും പുതിയ മാറ്റത്തിന്റെ കാറ്റ് കൊണ്ടുവരുവാൻ ശ്രമിക്കുകയാണ് കോക്രോച്ച് പാർട്ടി. അതിൻ്റെ അലയൊലി പുതിയ രൂപത്തിൽ കേരളത്തിലും ഉണ്ടാകുന്നു. ജെൻസി കുട്ടികൾ തെരുവിലിറങ്ങുകയാണ്. മോഡിഫിക്കേഷൻ വാഹനങ്ങളിൽ മാറ്റം വരുത്താൻ പറ്റുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി നിങ്ങൾ വാക്കുപാലിക്കണം, നിങ്ങൾ അതിന് ഇടപെടണം എന്ന് പറഞ്ഞുകൊണ്ട് ജെൻസി കുട്ടികളെ പറ്റിക്കാം, വഞ്ചിക്കാം, പറഞ്ഞ് കബളിപ്പിക്കാം എന്നൊക്കെ വിചാരിച്ചവർക്ക് ഇതാ തിരിച്ചടി നേടാൻ പോകുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്.